നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കത്രികയിലേക്ക് സ്വാഗതം. ഇന്ന് കത്രിക വയ്ക്കാൻ പോകുന്നത് ഈ ആഴ്ച റിലീസ് ചെയ്ത 2 ചിത്രങ്ങൾക്കാണ്. ആദ്യം യുവ സംവിധായകൻ ശ്രീ മാർക്ക് പരമേശ്വരൻ സംവിധാനം ചെയ്ത ഇരുതലമൂരി എ കുമ്പളങ്ങി ലവ് സ്റ്റോറി എന്ന ന്യൂ ജനറേഷൻ ചിത്രവും ജോയ് പീറ്റർ സംവിധാനം ചെയ്ത മുല്ലപ്പൂ വിപ്ലവം എന്ന ഓൾഡ് ജനറേഷൻ ചിത്രവുമാണ്. ഗുണ്ട, കൊട്ടേഷൻ, ഭായി, കലിപ്പ്, മച്ചു എന്നീ കീഴാള വ്യവഹാര വാക്കുകൾ അധോലോകത്തിന്റെ വായിൽ തിരികെ വെച്ചാൽ തിരശീല വിറയ്ക്കുമെന്ന് തെറ്റിദ്ധരിച്ച ചില സംവിധായകർ കൊച്ചിയിൽ രാപ്പാർക്കുന്നുണ്ട്. ഇതാണ് കത്രിക, അച്ഛനെ ഫേമസ് ആക്കിയ പ്രോഗ്രാം. പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ രാത്രി ന്യൂസ് ചാനലില് ചർച്ചയിലൊക്കെ ഗസ്റ്റ് ആയിട്ട് ലൂയിസ് പോത്തൻ. ബ്ലോക്ക് ബസ്റ്റർ സംവിധായകന്റെ മുൻകാല സിനിമകൾ എന്ന പോലെ ഈ സിനിമയിലെ നായികയും നായകനോടൊപ്പം ആടിപ്പാടാനുള്ള യന്ത്രപാവ മാത്രമാണ്. യുക്തിഭദ്രമല്ലാത്ത കഥയിൽ താരരാജാവിന്റെ അമാനുഷികതയ്ക്ക് മുന്നിൽ വായ പൊളിച്ച് മയങ്ങി നിൽക്കാൻ മാത്രമാണ് പാവം നായികയുടെ വിധി. മുല്ലപ്പൂ വിപ്ലവം എന്ന ചിത്രം ഒരു വിപ്ലവം ഉണ്ടാക്കാതെ വെറും പുരുഷഗർജനം മാത്രമായി ഒതുങ്ങിപ്പോവുകയാണ് ചെയ്തത്. ആളൊരു ആർട്ടിസ്റ്റും കൂടിയാ. അമ്മയാ അച്ഛന്റെ മെയിൻ മോഡൽ. പിന്നെ അച്ഛനൊരു വക്കീലും കൂടെ ആട്ടോ. ഡിവോഴ്സ് കേസുകളാ അച്ഛൻ അധികം എടുക്കുന്നത്. അതുകൊണ്ട് അമ്മ ഡിവോഴ്സ് വക്കീലിനാ അച്ഛനെ കളിയാക്കി വിളിക്കുന്നത്. കൊച്ചി പുതിയ കൊച്ചിയല്ല മച്ചാ, കൊച്ചിക്ക് പുതിയ DCPയെ കിട്ടി, അതും ഒരു സ്മാർട്ട് ലേഡി. DCP ജീനാബായ് IPS. ഇത് കിങ്ങിലെ വാണി വിശ്വനാഥിന് ഓർമ്മയില്ലേ? ഒരു ഒന്നൊന്നര വരവായിരുന്നു അല്ലേ? എന്താ നമ്മുടെ ഗൂസ് ബംസ് ഒക്കെ ഇങ്ങനെ വന്നു. ശരിക്കും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ അതില് കളക്ടറിനെ അടിച്ചിടുന്ന പ്രകടനമായിരുന്നില്ലേ? അനിയ അഭിലാഷേ, പ്രേമിച്ച കാമുകയെ കല്യാണം കഴിക്കരുതെന്ന് പറയുന്നത് ഇതാ. ഭാര്യ ആവുമ്പോ കാമുകിയുടെ സൗന്ദര്യം ഉണ്ടാവില്ല. അതിന് 2 തരമാണ്. ഹലോ, കുടുംബം എന്ന് പറയുന്നത് ചിട്ടിക്കമ്പനി പോലെയാ. ഭർത്താവ് ക്യാഷറും ഭാര്യ മാനേജറും. അവര് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് തെറ്റിയ കമ്പനി പൂട്ടിപ്പോകും. എന്റെ ഭാര്യ ഹാപ്പിയാണെന്ന് അഹങ്കരിക്കുന്ന എല്ലാ ഭർത്താക്കന്മാരും നുണയന്മാരാടോ. ലോകത്തൊരു ഭാര്യ ഹാപ്പി അല്ലടോ. തനിക്ക് ഡൈവേഴ്സ് വേണോ എന്നോട് ആലോചിക്കും. ആസു, ഇന്ധനം സൂക്ഷിച്ചുപയോഗിച്ചാൽ നമുക്ക് നല്ലത്. ഇതൊക്കെ ഉള്ളിയാണോ ടിയർ ഗ്യാസാണോ? എന്താ മോളെ, നീ സ്കൂൾ ബസ്സിൽ പോകുന്നില്ല? അത് അവളങ്ങനെ ഏകപക്ഷീയമായിട്ട് തീരുമാനിച്ചാൽ മതിയോ? ഞാനാ തീരുമാനിച്ച. നീ ലൂയിസ് കൊണ്ടുവിട്ടാൽ മതി. ഓക്കെ. അപ്പോൾ മാസം 1000 രൂപ ബസ് ഫീസ്, വർഷം 70,000 രൂപ. സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ ഇനി 7 വർഷം എടുക്കും. അപ്പോൾ 70,000 രൂപ ലാഭം. നീ ആയിട്ട് ഈ ഫൈനാൻസ് മിനിസ്റ്റർ. അടുത്ത പ്രാവശ്യം നീ പാലായിൽ നിന്നാൽ പുഷ്പം പോലെ ജയിക്കും. പിന്നെ ഈ ലാഭത്തിന്റെ കമ്മീഷൻ ചോദിച്ചു വരരുത് കേട്ടോ. നമുക്കൊരു കാർ വാങ്ങണം. അതാകുമ്പോ മോക്ക് സേഫായിട്ട് സ്കൂളിൽ പോവാലോ. എന്ത് സേഫ്റ്റി? ഈ ആക്സിഡന്റ് ഉണ്ടാകുന്ന മുഴുവൻ കാർ കൊണ്ടാ. നമുക്കൊന്ന് ആലോചിച്ചിട്ട് പോരെ? എനിക്കൊന്നും ആലോചിക്കാനില്ല. എനിക്ക് എന്റെ മോളെ സേഫ് ആക്കണം. ഓക്കെ ഓക്കെ, ഒരു കാറ് മതിയോ? ഓം ഹം ഹനുമതേ നമ, ഓം ഹം ഹനുമതേ നമ, ഓം ഹം ഹനുമതേ നമ, ഓം. ഇനി ആർക്കെങ്കിലും പുഷ്പാഞ്ജലി കിട്ടാനുണ്ടോ? ഒരു ശത്രു സംഹാര പുഷ്പാഞ്ജലി. ശരി. ആരാ വാസുകിയുടെ ശത്രു? ലൂയിച്ചന്റെ അമ്മയാ? ഇത് 2Bയിലെ കനി ആന്റി, ന്യൂസ് റീഡറാ. അമ്മയ്ക്ക് ആന്റി ഇഷ്ടല്ല. ആന്റി അച്ഛനെ വളയ്ക്കുന്നുണ്ടോ അമ്മയ്ക്ക് ഭയങ്കര ഡൗട്ടുണ്ട്. അതാ അമ്മയ്ക്ക് ഈ ദേഷ്യം. മോളെവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. മോളെ ചിന്തേ. തിരുമേനി, ഇവിടെ വശീകരണ പുഷ്പാഞ്ജലി നടത്തോ? ഹൈ, ആ ജാതി പുഷ്പാഞ്ജലി അവിടെ കഴിക്കില്ല. മോളെ ചിന്തേ, എൽപി ചിന്ത കണ്ടോ? ചേടാ, ഒരാൾ സ്വപ്നം കണ്ടോന്ന് ചോദിക്കാം. ചിന്ത കണ്ടോന്ന് ചോദിച്ചാ ചിന്ത കാണാൻ പറ്റുമോ? ഈ ചിന്തയാണോ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. കനിയെ കണ്ടായിരുന്നോ? കണ്ടു. ആ മൂദേവിയെ കണ്ടു. 30 രൂപയ്ക്ക് ശത്രു സംഹാര പൂജ.
ഇത്രയും ചീപ്പ് റേറ്റ് കൊട്ടേഷൻ എടുക്കാൻ കറുകപ്പള്ളി ഷാജിയെ പോലും കിട്ടുകയില്ല. ദൈവങ്ങളെ സമ്മതിക്കണം. ഈ തമാശ ശ്രീനിവാസൻ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ ചിരിക്കും. ഞാൻ പറഞ്ഞാൽ മസിൽ പിടുത്തം. നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് തമാശയൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടേ. അച്ഛൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലേ? ലോൺ എടുത്ത് കാറ് മേടിച്ചതാ അമ്മയുടെ ടെൻഷൻ. ഒറ്റ ദിവസം കൊണ്ട് കാറ് മേടിക്കണമെങ്കിൽ അതൊക്കെ പറ്റൂ. ലോൺ എടുത്ത് കൗബീനം വരെ വായിക്കുന്നവരാ മലയാളികൾ. എന്നിട്ട് അതിന്റെ അടവടയ്ക്കാതിരിക്കാനുള്ള ഒരു അടവുണ്ട്. ആ അടവറിയാവുന്നവൻ ഈ അടവൊരു അടവാണോ മോളെ? ഇതെല്ലാം അച്ഛന്റെ വേറൊരു അടവല്ലേ? ഫഹദിനാണോ ദുൽഖറിനാണോ പ്രായം കൂടുതൽ? മലയാളികൾക്ക് എന്നും പ്രായം ഒരു വീക്ക്നെസ് വില തുടങ്ങി. കാവ്യയുടെ കണ്ണിൽ മാധവൻ ഒരു സക്സസ്ഫുൾ ഹസ്ബൻഡ് അല്ല അല്ലേ? ഒളിച്ചോടി പോയി കെട്ടിയതുകൊണ്ട് അവള് പറയില്ല സാറേ. ഞാൻ പറയാം, അവനൊരു അലവലാതിയാന്നേ. കുടിക്കാൻ അവന്റെ കാശുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതുവരെ ഗോവയിലോ സിംഗപ്പൂരോ ഒരു വീക്കെൻഡെങ്കിലും അവളെ കൊണ്ടുപോയിട്ടുണ്ടോ സാറിന് ചോദിച്ചു നോക്കിക്കേ. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു 4 ആളെ വിളിച്ചു വരുത്തി ഒരു വെൽവെറ്റ് കേക്ക് കെട്ടാൻ അവന്റെ കാശില്ല. എന്തിന്? മാസം തോറും ആ ജയലക്ഷ്മിയിലോ ഷീമാട്ടിയിലോ കൊണ്ടുപോയി ഒരു 10-20 സാരി. അതിന് പോലും ആ കഞ്ഞിയെ കൊണ്ട് കഴിയുന്നില്ല. ഭർത്താവാണത്രേ. ഇതുവരെ മൾട്ടിപ്ലക്സിൽ കൊണ്ടുപോയി ഒരു സിനിമ കാണിച്ചിട്ടുണ്ടോന്ന് വക്കീലൊന്ന് ചോദിച്ചു നോക്കി. അതുമല്ല, കാവ്യമോള് ഹോസ്പിറ്റലിലെ ജോലിയെല്ലാം കഴിഞ്ഞു വന്ന് അവന്റെ അടുക്കള കിടന്ന് നരകിക്കുക. അപ്പോ കിടപ്പ് അടുക്കളയിലാണ്. രാത്രിയിൽ അവന് കഞ്ഞിയെ ഇറങ്ങൂ. അത് കുടിക്കാമോ? ഷുഗർ അല്ലേ? കഞ്ഞി ബെസ്റ്റ് അല്ലേ? കഞ്ഞി കുടിച്ചിട്ട് ഇതുവരെ ഒരു മലയാളി മരിച്ചിട്ടില്ല. പോത്തമ്മക്കില് പോയിന്റ് പറ. പറയാം. പോയിന്റ് നമ്പർ 1, മദർ ഇൻ ലോ പറയുന്നു സണ്ണിൻ ലോ ഒരു കഞ്ഞിയാണ്. എക്സാക്ട്ലി. മാധവന്റെ ഭാഗം പറയാൻ ഇവിടെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് മാധവന് വേണ്ടി എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട്. എന്നോടൊന്നും തോന്നരുത്. വെഡിങ് ആനിവേഴ്സറിക്ക് 2000 ബക്സിന്റെ ബട്ടർ കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്യാൻ കഴിവില്ലാത്തവൻ കഞ്ഞിയല്ല. ലുലു മാളിലും ഷീമാട്ടിയിലും മാസം കൊണ്ടുപോയി 25,000 രൂപ സാരി വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്തവൻ കഞ്ഞിയല്ല. അമ്മായിയമ്മയ്ക്ക് സീരിയൽ കാണാനും ഭാര്യയ്ക്ക് സ്റ്റാർ TV കാണാനും 2 TV വാങ്ങാൻ പാങ്ങില്ലാത്തവനെ കഞ്ഞി എന്ന് വിളിച്ച് അവമാനിക്കരുത്. അടുക്കള കൊട്ടാരമാക്കാനും ഭാര്യ ഐശ്വര്യ റോയെ പോലെ അണിയിച്ചൊരുക്കാനും പാങ്ങില്ലാത്തവൻ ദണ്ണം വരുമ്പോൾ കുടിക്കും. അവരുടെ സങ്കടത്തിന്റെ നീളമാണ് ബിവറേജസ് കോർപ്പറേഷന് മുമ്പിൽ കാണുന്ന നീണ്ട ക്യൂ. നോ താങ്ക്സ്, ഞാൻ ജ്യൂസേ കുടിക്കും. കാവ്യ ഭർത്താവിനെ മനസ്സിലാക്കണം. വിജയിച്ച ഭർത്താക്കന്മാർക്ക് മാത്രമുള്ളതല്ല ഈ ഭൂമി. തോറ്റുപോയ ഭർത്താക്കന്മാർക്കും ഇവിടെ ജീവിക്കണം. കാവ്യ ഒരു നേഴ്സല്ലേ. മദ്യപാനം ഒരു രോഗമാണ്. രോഗിയെ ഉപേക്ഷിക്കലല്ല, ശുശ്രൂഷിക്കലാണ് നഴ്സിന്റെ ഡ്യൂട്ടി. വല്ലവരുടെയും വാക്ക് കേട്ട് ദാമ്പത്യം വെട്ടിമുറിക്കുമ്പോൾ മുറിവേൽക്കുന്നത് നിങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനുമാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. സോറി സർ, എനിക്ക് ഡിവോഴ്സ് വേണ്ട. മോളെ കാവ്യ, അമ്മ ഇനി ഈ കാര്യം പറഞ്ഞതിനെ നിർബന്ധിക്കരുത്. മോളെ അമ്മ പറയട്ടെ. മാധവേട്ടനെ ഞാൻ എന്തായാലും ഉപേക്ഷിക്കില്ല. ഇതാണ് സ്നേഹമുള്ള ഭാര്യ. ഇത് അമ്മായി അമ്മ. എടോ വക്കീലേ, താനിതിനെ അനുഭവിക്കും. കൊടുങ്ങല്ലൂർ അമ്മയാണ്. താനും തന്റെ ഭാര്യയെ തല്ലി പിരിഞ്ഞ് ഡൈവേഴ്സായി മുടിഞ്ഞു പോകും. നോക്കിക്കോ. അടുത്ത വിശേഷം പോടാ ഞെരുപ്പിലൂടെ വന്നു കയറിയ ധനലക്ഷ്മി ബാങ്കിനെയാ സാർ കലിപ്പാക്കി വിട്ടത്. ഇതൊരു മതി കച്ചറ ചീത്തായി പോയി. ഡൈവോഴ്സ് പോയെന്ന് മാത്രമല്ല, ആ തള്ളയുടെ വക കൊട്ടേഷൻ മേടിക്കുകയും ചെയ്ത്. ഹാപ്പി ആയല്ലോ. തൊലിയാണ്. ആ സ്ത്രീയുടെ 3 ഡൈവോഴ്സ് നടത്തിയത് ഞാനാ. അതൊന്നും പോരാതെ കൊതി തീരാഞ്ഞിട്ട് ആ സ്ത്രീ ഇറങ്ങിയിരിക്കുക മകളുടെ താലി പൊട്ടിക്കാൻ. ചിലർക്ക് അങ്ങനെയാ, താലി അലർജിയാ.
ചില വക്കീലന്മാർക്ക് കേസും. അടുത്താരാ? IT വൈഫ് പോക്കാണെന്ന് വിശ്വസിക്കുന്ന ഒരു IT കാരൻ വന്നിട്ടുണ്ട്. രോമാഞ്ച് രോമാഞ്ച് റോമ ഇഞ്ച്. ആ വിളിക്ക്. രോമാഞ്ച്. മിസ്റ്റർ രോമാഞ്ച്. ഐ വോണ്ട് ഡിവോഴ്സ്. പണം എനിക്കൊരു പ്രശ്നമല്ല. അത്താണ്. സാർ ആദ്യം കൗൺസിൽ ചെയ്യാനൊക്കെ നോക്കും, പതറരുത്. മിസ്റ്റർ രോമാഞ്ച്, നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചിക്കണം. ബാക്കി ഞാനുണ്ട് കൂടെ. വാ കമോൺ. ഭാര്യയുടെ നമ്പർ ഉണ്ടോ? ചിന്തേ അച്ഛനെങ്ക? അച്ഛൻ താഴെയുണ്ട്, കൂടെ ആ കനിയാൻറ്റി ഉണ്ട്. LP അറിഞ്ഞോ? തൃപ്പൂണിത്തറയിലെ ഒരു മകൻ അമ്മേനെ കഴുത്തെടുത്ത് കൊന്നൂന്ന്. ഷൂട്ട് ചെയ്ത ഫൂട്ടേജ് കണ്ടിട്ട് എന്റെ പൊന്നോ സഹിച്ചില്ലട്ടാ. അവൻ വല്ല ബീഹാറി ആയിരിക്കും. ഏടക്കണ്ണേ, എന്റെ പൊന്നു ക്ഷേമടത്തി, അവൻ ബീഹാറിയല്ല, നല്ല ഒന്നാം തരം മലഹാറിയ. സ്വന്തം ഭാര്യയുടെ ചാരിത്രത്തിൽ സംശയം തോന്നിയ അച്ഛൻ മകനോട് പറഞ്ഞു, വെട്ടണ നിന്റെ അമ്മയുടെ കഴുത്തുന്നു. കേട്ട പാതി മകൻ കോടാലിയുടെ തുരട്ട കീച്ചാണ്. അമ്മയുടെ തല വേറെ ഉടല് വേറെ. ആ മകൻ അതേ കോടാലി കൊണ്ട് എറിഞ്ഞുണ്ടാക്കിയ നാടാണ് ഈ ശ്യാമസുന്ദര കേദാര ഭൂമി. ഈ കേദാര ഭൂമിയിൽ ജനിച്ചവരാരും മോശമാവല്ല. അമ്മയല്ല, ആരെ വേണേ തൊട്ട്. ആ ദേ കോടികളുടെ മുകളിൽ ഞാൻ തീകൂരിട്ടത്. അല്ല പറയായിരുന്നേ, തമിഴന്മാര് പണിമുടക്കിയ മലയാളികളുടെ കഞ്ഞൂടി മാത്രമല്ല, ഇസ്ത്രി ഇടലും മുട്ടും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇന്നലെ പച്ച വരാത്തോടെ ഞാൻ ചുളുങ്ങിയ കോട്ടിട്ടുണ്ടാ കോടതി പോയത്. ആ കേസ് മര്യാദക്ക് നടത്താൻ പറ്റില്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ഏതായാലും ഈ പണി പഠിച്ചിട്ട് തന്നെ പിന്നത്തെ കാര്യം. പ്രതിസന്ധികൾ മനുഷ്യന് മാറ്റുരച്ച് നോക്കാനുള്ളതാണ്. പോയോ? മലയാളികളെ തോൽപ്പിക്കാനാവില്ല മക്കളെ. അപ്പൊ ഞാൻ പോട്ടെ. അല്ല അപ്പൊ ഈ ചുരിദാർ തേച്ചരാന്ന് പറഞ്ഞിട്ട് നല്ലവണ്ണം അമർത്തി തേച്ചോളൂ. ആ കൊളസ്ട്രോളൊക്കെ അങ്ങോട്ട് ഇളകി പോട്ടെ. മിസ്റ്റർ LP, ക്ഷേമെടുത്തി തേക്കാൻ അറിയോ? എന്റെ പൊന്നു ടീച്ചറുടെ കേസ് ഞാൻ പഠിച്ചു. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ചിലപ്പോൾ താലി ഇറക്കേണ്ടി വരും. നിങ്ങളോട് ആരാ മണിയറ കുമ്പസാര കൂടാക്കാൻ പറഞ്ഞു? ടീച്ചറെ, ആദ്യ രാത്രിയിൽ വധൂവരന്മാർ പഴയ കാര്യങ്ങൾ റീവൈൻഡ് ചെയ്യരുത്, ഫോർവേഡ് ചെയ്യരുത്. ഓൺലി പ്ലേ 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 പ്ലേ. 5 അബോർഷൻ വരെ ചെയ്ത പെണ്ണുങ്ങൾ ആദ്യ രാത്രി പറയുന്നത് എന്താണെന്നറിയോ? എന്റെ പൊന്നു ചേട്ടാ, എനിക്ക് പേടിയാവും. പിന്നല്ലേ പണ്ടെങ്ങാണ്ടൊരു ഫ്രണ്ടിന്റെ കൂടെ കൊടൈക്കനാലിലൊന്ന് കറങ്ങാൻ പോയ ടീച്ചറുടെ ഫ്ലാഷ് ബാക്ക്. ടീച്ചറെ, ചില പാപങ്ങൾ തുറന്നു പറയാനുള്ളതല്ല, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരോട്. കേട്ടാൽ അവർ തകർന്നു പോകും. നീ എന്തായാലും കഴിക്കാത്തത്? സോറി, ഇവിടെ പറഞ്ഞ ടീച്ചറെ. പിന്നെ ടീച്ചറെ, ഫീസ് ചോദിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പേഴ്സ് എടുക്കാൻ മറന്നുപോയെന്ന് പറയല്ലേ. പെട്രോളിനൊക്കെ വില കുറച്ചിട്ട് എന്നാ കൂട്ടിരിക്കുന്ന അറിയാവോ? ശരി 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 ശരി. കല്യാണം നടത്താൻ ലക്ഷക്കണക്കിന് ചിലവാക്കും. ഡൈവേഴ്സിന്റെ കാര്യം വരുമ്പോ 10 പൈസ കൊടുക്കൂല. അച്ഛാ, എനിക്കൊരു ഡൗട്ട്. നമ്മുടെ അമ്മയ്ക്ക് വല്ല ലൈനും ഉണ്ടോ? എപ്പോഴും എന്തോ തിങ്ക് ചെയ്തോണ്ടിരിക്കുക. ഐൻസ്റ്റീനും ഭയങ്കര ചിന്തിങ് ആയിരുന്നു. പിന്നെ നീയൊക്കെയല്ലേ സൈസ്. വലുതാവുമ്പോ എന്താവുമെന്ന് ഓർത്ത് ഏതമ്മയ്ക്കാണ് ചിന്തയില്ലാത്തൊരു ചിന്ത. അവളുണ്ടാക്കിയത് വെട്ടി വിഴുങ്ങിട്ട് അവളെ തന്നെ കുറ്റം പറഞ്ഞു. ഒരു ഡൗട്ട് ചോദിക്കാനും പാടില്ല. ഒന്നുമില്ല. ഞാൻ ഗേറ്റ് അടക്കുമായിരുന്നു. പുറത്ത് മുഴുവൻ പട്ടികളാ, പേപ്പട്ടികൾ. ആ രഞ്ജിനി ഹരിദാസിനെ ഒന്ന് കാണട്ടെ. കഴിഞ്ഞ ആഴ്ച ആ പാവം കരിയുടെ സ്കൂട്ടറിന്റെ സീറ്റ് ഏതോ പട്ടികൾ കടിച്ചു കയറിയത്. വാ. വാ. അച്ഛാ, എന്നെ ഇന്ന് അവഞ്ചേഴ്സ് കാണിക്കോ? അതൊക്കെ തീരുമാനിക്കുന്ന എന്റെ ഭാര്യ. നമ്മൾ എങ്ങും പോകുന്നില്ല. ഈ അമ്മ ഭയങ്കര ബോറാവുന്നുണ്ടേ.
എടി മോളെ, അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ്. നീ വല്ലപ്പോഴും ഉഴപ്പി തോറ്റു കൊടുക്ക്, എന്നാലേ നീ എൻ്റെ മോളാവുള്ളൂ. അച്ഛാ, മലയാളത്തിലെ 3 എഴുത്തുകാരുടെ പേര് പറയാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. രഞ്ജിത്ത്, രഞ്ജി പണിക്കർ, ബെന്നി പി നായരമ്പലം. പൂത്ത വക്കീലേ. ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് സെലക്ട് ചെയ്ത ആന്റി നാർക്കോട്ടിക് സ്റ്റുഡന്റ് കേഡറ്റ്സുകളാണ് നിങ്ങൾ. പോലീസ് നിങ്ങളെ ഒരു മിഷൻ ഏൽപ്പിക്കുകയാണ്, ഡ്രഗ് ഫ്രീ കേരള. ഐ തിങ്ക് യു ഗൈസ് ക്യാൻ ഡു ഇറ്റ് വെൽ. ഇനി എനിക്കറിയേണ്ടത് ലഹരി ഉപയോഗിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെയോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ വീടുകളിൽ ഉണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് രഹസ്യമായി പാസ് ചെയ്യണം. ഓക്കെ? വിൽ യു? ഷുവർ മാം. രമണി മാം, ആരായാലും ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. യെസ് മാം. ഹലോ, ഞാൻ മാഡം, ഞാൻ കലാക്ഷേത്ര വാസുകിയാണ്. നമ്മൾ സ്ത്രീകൾക്ക് പൊതുവെ ഡൊമസ്റ്റിക് വറീസും വയലൻസും ഒക്കെ ആരോടും തുറന്നു പറയാതെ ഒളിപ്പിച്ചു വെക്കാനാണ് ഇഷ്ടം. കംപ്ലൈൻറ്റ്സ് ഇനിയെങ്കിലും നാവിനടിയിലിട്ട് അലിയിച്ചു കളയരുത്. പ്രതികരിക്കണം, റിയാക്ട് ചെയ്യണം. എന്നെ ഒരു സഹോദരിയായോ ഒരു ഫ്രണ്ടായോ കണ്ടാൽ മതി. താങ്കൾ പ്രശ്നം പറയൂ, ഇതാരും അറിയാതെ ആ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. ഐ എഗ്രി. ഓപ്പൺ അപ്പ് യുവർ മൈൻഡ്. കംപ്ലൈൻറ്റ്സ് പറയേണ്ട സമയത്ത് പറയേണ്ട ആളോട് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. മാഡം, ഇവിടെ ചിലരെന്നെ ശല്യം ചെയ്യുന്നുണ്ട്. ഹൂസ് ദാറ്റ്? മടിക്കാതെ പറയൂ. സ്പീക്ക് അപ്പ്. യു ആർ നോട്ട് അലോൺ വാസുകി. കം ഓൺ വാസുകി, ടെൽ മീ. അവര് 2 പേരുണ്ട്. ഈ സുരയുടെ ഓരോ തമാശകളാ. സുര വെയിറ്റ് ചെയ്യണ്ട, വേഗം ചെല്ല്. സുരയുടെ നെയ്മീൻ ചേച്ചിയുടെ ചട്ടിക്ക് നല്ല പാവാ. ഇവിടെ പൊരിച്ചു തിന്നി. ഒന്ന് പോടും. ഞാൻ ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ഈ പഠനം കിട്ടണില്ല. ഈ മീൻ പെടക്കണ പെട കണ്ട. ഇത് കണ്ടിട്ട് ചേച്ചിയുടെ വായിൽ വെള്ളം വരണ്ടല്ലേ? ഇതിൽ വലിയ പെടക്കണ മീൻ കാണണമെങ്കിൽ രാത്രി ലൂയിസേട്ടൻ കൊണ്ടുവരണം അല്ലേ? ലൂയിസേട്ടൻ കൊണ്ടുവരുന്ന മീൻ പെടക്കുവോ? പക്ഷെ സുരയുടെ മീനുണ്ടല്ലോ, നല്ല പെടക്കും. ഇതിനെ കണ്ട ആർക്കാ പെട്ടക്കാത്തത്? മറ്റുള്ളവർക്കൊന്നും കംപ്ലൈന്റ് ഇല്ലേ? സൂര്യൻ്റെ ശിവുവിൻ്റെ സംസാരങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വെറും തമാശകളാണ് മാഡം. എനിക്ക് മാത്രം അത്. ഷിബു അവനാരാ? ഷിബുവിന്റെ മുഴുത്താപ്പിൾ വായിലിട്ടാൽ അലിഞ്ഞു പോവും. ചേച്ചി പൂളിയാ ചോര തെറിക്കുന്ന ആപ്പിൾ കണ്ടിട്ട് ചേച്ചി ഇതുപോലെ കടിച്ച് പറിക്കാൻ തോന്നുന്നു. ചേച്ചി വാങ്ങു വാസി ചേച്ചി. ക്ഷേമേടത്തെയൊക്കെ സ്ഥിരം തിന്നണല്ലേ? നല്ല തുടുതുടുത്ത ചോര വന്ന മറിയാൻ ഷക്കീല നമിത ആപ്പിൾ. ഷിബുവിന്റെ ആപ്പിൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോ ചേച്ചി. വഷളത്തരം വീട്ടമ്മമാരോടായ അതൊക്കെ അവർ സഹിച്ചേക്കുമെന്ന് അവർക്കറിയാം. എന്നും അവന്മാർ അങ്ങനെ തന്നെയാ. ആര് ചോദിക്കാൻ? വീട്ടിൽ പുരുഷന്മാരോട് പറഞ്ഞാൽ തെരുവിൽ യുദ്ധം നടക്കും. ഒടുക്ക ആദ്യത്തെ പഴിയും ഞങ്ങൾ തന്നെ കേൾക്കണം. അനുഭവിക്കുന്നവർക്കൊഴികെ മറ്റാർക്കും അതൊരു വലിയ കാര്യമല്ലല്ലോ. നിങ്ങൾ ഒരിക്കൽ പോലും റിയാക്ട് ചെയ്തില്ലേ? ഈ സിറ്റിയിൽ ഞങ്ങൾ ഒട്ടും സേഫ് അല്ല മാഡം. ഇവിടെ ഞങ്ങൾ വീട്ടമ്മമാർ കണ്ണും കാതും തുറന്നു പിടിച്ച് ജീവിക്കണം. എന്നാലേ ഇവന്മാരുടെയൊക്കെ വഷളത്തരം തിരിച്ചറിയാൻ പറ്റൂ. ഗ്യാസിൻ്റെയും പച്ചക്കറിയുടെയും വില മാത്രമല്ല, ഇതൊക്കെ ഞങ്ങളുടെ പ്രശ്നങ്ങളാണ് മാഡം. ഞങ്ങൾ വീട്ടമ്മമാരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇവിടെ ആരുമില്ല. I will take care of it. Don't worry, Vasuki. വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു സ്ത്രീ ഇൻസൾട്ട് ചെയ്യപ്പെടാൻ പാടില്ല. റാസ്കൽസ്. ഇവന്റെയൊക്കെ വഴിവാണിപ്പം ഞാൻ ഇതോടെ തീർത്തേക്കാം. താങ്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കൂളായിട്ടിരിക്കും. രമണി, എസ് ഐ ബാബയുടെ ജീപ്പുമായിട്ട് ഇറങ്ങാൻ പറയും. സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഞാനവനൊന്ന് നോട്ടോട്ടായിരുന്നു. എന്താ പ്രശ്നം? എന്റെ സാറാ ഷിബുനെ പോലീസ് അടിച്ച് പഞ്ചറാക്കി വണ്ടിയിലിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കാര്യം എന്താ? എല്ലാ പ്രാവശ്യം ആപ്പിളാന്ന് പറഞ്ഞ തന്നില്ലേ? അതും മെഴുകു പറ്റിയല്ലായിരുന്നോ? വാക്സ്. അവനെ ഏത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിക്കണം? സാറും കൂടെ വിളിക്കണേ. ഞാൻ ആ ജില്ലാ സെക്രട്ടറിന്ന് വിളിച്ചു നോക്കട്ടെ. ചിലപ്പോ അവനെ ഇപ്പൊ ഇറക്കാം. സാറിന് വേറെ പണിയൊന്നുമില്ലേ? അവനെയൊക്കെ ഉണ്ടല്ല, ഇടിച്ചിട്ടുണ്ടല്ല, കൊരച്ചിട്ടുണ്ടല്ല, ചാകണം. ശരിയാണ്. ചതിക്ക് ഏറ്റവും നല്ല ശിക്ഷ ഇടിയാണെന്ന് ചെകുവര പറഞ്ഞിട്ടുണ്ട്.
ഇതാരണിച്ചേക്ക് ആരാണെന്നാ എടാ വന്നി വല്ലപ്പോഴൊക്കെ ഒന്ന് ബൈബിളൊക്കെ വായിക്കി. എടാ നിനക്കൊക്കെ നാണമില്ലേ നസ്രാണിയാന്നും പറഞ്ഞു നടക്കാം. ആദ്യം പുണ്യാളിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. ആ അത് തന്നെ. പക്ഷേ കേക്ക് കഴിക്കരുത് എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? എന്നാ ഇനി മിക്കവാറും പറയേണ്ടി വരും. പൂർണിമ റാവു വേഴ്സസ് ആന്ധ്രാപ്രദേശ് എന്ന് കേട്ടിട്ടുണ്ടോ? ഭർത്താവിനെ സ്ലോ പോയിസൺ കൊടുത്ത് തട്ടിക്കളഞ്ഞ ഭാര്യയുടെ കേസാ. ഭർത്താവിനെ കൊല്ലാൻ ഉപയോഗിച്ച പോയിസൺ എന്താണെന്നറിയോ? മാരക വിഷം തളിച്ച് നട്ട് വളർത്തിയ പച്ചക്കറിയിൽ നിന്നുണ്ടാക്കിയ സാമ്പാർ, വേപ്പലക്കട്ടി, ചീരത്തോരൻ. ഇതൊക്കെ കഴിച്ചവൻ തട്ടിപ്പോവും. വിളമ്പേന്റെ പേര് കേസ് ഉണ്ടാവില്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? ആ സുരയുടെ കയ്യിൽ നിന്ന് ഒരു 1/2 കിലോ ആകോല് വാങ്ങിച്ച് ഒരു 10-15 വറ്റൽമുളകും ഇച്ചിരി ഉപ്പും ചേർത്ത് അരച്ച് ഒരു തോടെ ആട്ടിയ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്താൽ 2 അരിയുടെ ചെമ്പാവരി ചോറ് ഞാൻ ഇരുന്ന ഇരിപ്പി കൊണ്ടും പുരിഞ്ചിതാ. ഇന്നാ മീൻകാരൻ വന്നില്ല. ചിക്കൻ ബോക്സ് വന്നിട്ടും സുനാമി വന്നിട്ടും മുടങ്ങാത്തവനാണല്ലോ. അവന് എന്ത് പറ്റി? വായുടെ ചവർപ്പറം ഫ്രൂട്ട്സ് വല്ലതും ഉണ്ടോ? ആ ഷിബുനെ പോലീസ് കൊണ്ടുപോയി. ആ ശരിയാ, പഴക്കടക്കാരനെ പോലീസ് കൊണ്ടുപോയി, മീൻകാരനെ കാണാനുമില്ല. ഈ രാജ്യത്തിന് ഭരണമില്ലേ? എന്തൊരു കൊള്ളരുതായ്മ ഇത്. അല്ലെങ്കിൽ തന്നെ ആപ്പിളിലൊക്കെ വാക്സ് വെച്ച് വിറ്റാൽ ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ആപ്പിൾ വല്ല മുറിച്ച് പീസാക്കണം. ഇന്നാകെ പണിമുടക്കൊന്ന് ഈ തോന്നി. മീൻകാരൻ സുരീത് എവിടെ പോയി കിടക്കാം? എത്ര നേരമായി? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഹലോ സെക്രട്ടറി, നമ്മുടെ മീൻകാരൻ സൂര്യ കാണുന്നില്ലല്ലോ. ആ ഇന്നലെ 2-3 ഇറ്റാലിയൻ നാവികർ കടലിൽ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവന്മാര് വെടിവെച്ച് കളിച്ചപ്പോഴാ മറ്റേ തട്ടി പോയിട്ടുണ്ടാവും. ശേഷിമാര് സുരയുടെ അമോണിയം ചാളൊക്കെ അഡിക്റ്റ് ആയി പോയി കാണും അല്ലേ? തമാശയാ. ഹലോ മാഡം. ഐ എം ഓൾവേസ് വിത്ത് വുമൻ. വാസുകിയുടെ പ്രോബ്ലംസ് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ആ ഷിബു ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. സോ യു ജസ്റ്റ് റിലാക്സ്. താങ്ക് യു മാഡം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഹസ്ബൻഡ് ആളൊരു കൂൾ ക്യാറ്റ് ആണല്ലേ? അല്ല, നടന്നതൊക്കെ അറിഞ്ഞാൽ ലൂയിസ് അവരെ കൊല്ലും. അപ്പോൾ അവരെ കൊല്ലാൻ മാത്രം എന്താണ് സംഭവിച്ചത്? അത് വാസുകി, ഞാനൊരു പോലീസ് ഓഫീസറാണ്. നിങ്ങളുടെ ശരിക്കുള്ള പ്രോബ്ലം നിങ്ങൾ ഇപ്പോഴും എന്നോട് ഷെയർ ചെയ്തിട്ടില്ല. എന്നോട് ഉള്ളു തുറക്കാൻ മനസ്സില്ലാത്ത ഒരാളും ഈ സമയത്ത് ഈ നമ്പറിൽ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സോറി. മാഡം, ഞാൻ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് തുറന്നു പറയണം. ഒരു നല്ല ഫ്രണ്ടിനെ പോലെ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. സംഭവിച്ചത് എന്താണെന്ന് പറയൂ. പറഞ്ഞോളൂ വാസുകി. ഞാൻ ഞാനൊരു അഡ്വക്കേറ്റിന്റെ ഭാര്യയാണ്. സംഭവിച്ചത് IPC 376. What do you say? വാസുകി, I'm a victim of മൂന്നാണുങ്ങളുടെ തുപ്പലും വിയർപ്പും ചോരയും വീണ ഒരഴുക്കു കുപ്പയായിപ്പോയി ശരീരം. എത്ര കുളിച്ചാലും ഇനി ശുദ്ധിയാവില്ല. ഉറക്കെ ഒന്ന് കരയാൻ പോലും എനിക്ക് ലജ്ജ തോന്നി മാഡം. ലൂയിസും മോളും മടങ്ങി വരുന്നതിന് മുമ്പ് തന്നെ മരിക്കണമെന്ന് എനിക്ക് ആദ്യം തോന്നിയത്. പിന്നെ ഞാൻ ചിന്തിച്ചു, ഞാൻ മരിച്ചാൽ രക്ഷപ്പെടുന്നത് ആ നായ്ക്കള, പകരം ശിക്ഷിക്കപ്പെടുന്നതും ലോകം പരിഹസിക്കുന്നതും ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മകളെ ലൂയിസിനെ ആയിരിക്കും. ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു, ആത്മഹത്യ ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല, ജീവിക്കണം. ഇനി എൻ്റെ മുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ. പച്ചഭസ്മം, ആര്യൻ, സുദീപ്.
അവറ്റകളാണ് മരിക്കേണ്ടത്. ലൂയിസും മോളും മടങ്ങി വന്നപ്പോഴേക്കും മറ്റൊരു വാസുകിയായി ഞാൻ മാറിക്കഴിഞ്ഞിരുന്നു. ആ സുദീപേ, റൂം കിട്ടിയോടാ? ഓക്കെ ഓക്കെ. ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ആ പിന്നെ വാസുകിയൊന്നും ബാത്റൂമിൽ വീണു. നോ ബട്ട് ഷീസ് ഫൈൻ. ഫ്രാക്ചർ ഒന്നുമില്ല. ഓക്കെ, ഞാൻ വിളിക്കാം. ബൈ, ടേക്ക് കെയർ. ഈ ചെക്കൻ ഭയങ്കര ഹ്യൂമറസാ. കഴിഞ്ഞ ദിവസം പറയാ ഡിവോഴ്സ് കേസ് എടുക്കുന്ന ഈ വക്കീലന്മാരിൽ ഒട്ടുമിക്ക എണ്ണോ എടുക്കും ഡിവോഴ്സ് ആവുന്നു. ആവോ? ഹലോ വാസുക്ക്, എന്താ പറ്റി? എന്താണെന്ന് മിണ്ടാത്ത? മിണ്ടനോ? മാളമില്ലാത്ത മൂർഖനും തുണിയില്ലാത്ത പെണ്ണും ഒരുപോലെ വലിഞ്ഞു കയറി വന്ന് കുത്തും. എന്താ 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 എന്താ? എനിക്ക് ഈ ഓൾഡ് മലയാളം ഒന്നും മനസ്സിലാവില്ലേ. LP വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്താ കൊണ്ടുവരണേ? ചക്കയോ തേങ്ങയോ? തേങ്ങയാണെങ്കിൽ എനിക്ക് രണ്ടെണ്ണം എടുത്ത് വെക്കണേ. സർപ്രൈസ്. ധാരാ വന്നിരിക്കുന്നു, നോക്കി. എന്നാ പറ്റി? അത് ഇന്നലെ കുളിമുറിയിൽ പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു ഉളുക്ക. അതെങ്ങനാ മെയ്സാധകമെന്നും പറഞ്ഞ കുളിമുറി മുഴുവൻ എണ്ണ കുളമാക്കി വെച്ചിരിക്കുകയല്ലേ? ഓ നിർത്തട. വയ്യാണ്ടിരുന്ന കുഞ്ഞിനോടാണോ നീ തട്ടിക്കയറുന്നേ? ഞാൻ നിന്നെ കാണാൻ വന്നതല്ല, ഞാൻ ഇവളെ കാണാൻ വന്നതാ. ആഹാ, നല്ല വീട്, നല്ല വൃത്തിയും വെടുപ്പും ഉണ്ട്. മോള് വാ, മോളെ ഞാൻ ശരിക്കൊന്ന് കാണട്ടെ. വാ. ചോദിച്ചോ, കഥകളിയൊക്കെ ഇനി ഒരാഴ്ച കഴിഞ്ഞ് മതി. അമ്മച്ചിയോട് മോക്ക് ദേഷ്യമൊന്നും തോന്നരുത്. വേദന ഒരുപാടുണ്ടോ? ഇവള് നസ്രാണിയല്ലെന്ന് ആരാടാ പറഞ്ഞത്? ആ പൊട്ടൊന്ന് തൂത്ത് കളഞ്ഞ ആ മുഖത്തോട്ടം നോക്കിക്കേ. നല്ല ഒന്നാം തരം തിരുവല്ലക്കാരി പെങ്കൊച്ച്. പിന്നെ പേരൂടെ മാറ്റിയേക്കാം. കത്രീന കെയ്ഫ്. പേര് കൊള്ളാം, പക്ഷേ ഇവക്ക് ചേരുകയല്ല. ഞാനല്ല, ഇനി ഇവളാ പാറ തറവാട്ടിലെ അമ്മ. ആ 8 വർഷം വെറുതെ കളഞ്ഞു. ഞാൻ നേരത്തെ മോളെ കാണാൻ വരേണ്ടതായിരുന്നു. എടാ, ഏനക്കിടക്ക് മാറിക്കഴിയുമ്പോഴേ നീ ഇവളെയും കൂടി തറവാട്ടിലേക്ക് വന്നേക്കണം, കേട്ടോടാ പോത്താ. എന്റെ അപ്പന് പറയുന്നു കേട്ടോ. ഓ അല്ല, ഇതെന്നാ മറിമായ്മ? അമ്മച്ചിക്ക് അവള് വല്ല കൈവേഷം തന്നു? ഞാനും ഒരു മരുമോളൊക്കെ ആയിരുന്നില്ലടാ. ഒരു പെണ്ണിന്റെ വിഷമൊക്കെ എനിക്ക് അറിയാവടാ. വെറുതെ 5-8 വർഷം കളഞ്ഞു വാശിയും പിടിച്ച്. എന്നാ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? അയ്യോ, ഇന്ന് എനിക്ക് പോണവടാ. ഞാൻ ഇനിയും വരാം, ഇന്നങ്ങ് പോട്ടെ. ചായ കുടിക്കും. എന്തെങ്കിലും അമ്മച്ചെന്നെ തേടി വരുമ്പോൾ ആ ദിവസം ഉത്സവമാക്കി മാറ്റണമെന്ന് കരുതിയതാ. എനിക്കൊരിക്കലും ഇനി ലൂയിസിന്റെ ഭാര്യയായി ജീവിക്കാൻ കഴിയില്ല. ശുദ്ധി നഷ്ടപ്പെട്ട ഏതൊരു ഭാര്യയും ഭർത്താവ് ഉപേക്ഷിക്കും. എൻ്റെ മോള് പോലും എന്നെ വെറുക്കും. ഞങ്ങൾക്കിനി പിരിയാനേ പറ്റൂ. ഇതാണ് എനിക്ക് സംഭവിച്ചത്. Terrible. I can't even imagine it. വാസുകി, 10 മിനിറ്റ് മതി ഞങ്ങൾക്ക് അവന്മാരെ പൊക്കാൻ. തന്റെ കംപ്ലൈൻസ് ചാർജ് ചെയ്യാൻ പോവാ. ഇല്ല മാഡം, ഞാൻ അവരെ ഒരു നിയമത്തിനും വിട്ടുതരില്ല. ആരും അറിയാതെ 3 എനിക്ക് കൊല്ലണം. എൻ്റെ ഈ കൈ കൊണ്ട്. ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാ. താൻ അവരെ എനിക്ക് വിട്ടതാ. കോടതി അവരെ ശിക്ഷിച്ചോളൂ. പത്രക്കാരുടെയും TV-കാരുടെയും മുന്നിൽ തല കുനിച്ച് നിന്ന് തരില്ല ഞാൻ. But വാസുകി, you don't have to go for. മാഡം, ഈശ്വരനാണ് അവരെ കൊണ്ട് ആ പെൻ ക്യാമറ അവിടെ മറന്നിടിക്കാൻ തോന്നിപ്പിച്ചത്. ആരിനോ സുതിപ്പോ ഇവിടെ നിന്ന് ഗോവയ്ക്ക് പോയിട്ട് 12 ദിവസം കഴിഞ്ഞു. 3ാമതൊരുത്തനുണ്ടല്ലോ, ആ തമിഴൻ തേപ്പുകാരൻ. അവനെവിടെ? അവൻ അന്ന് എന്നെ നാട്ടിലേക്ക് മുങ്ങി. ആരിനും സുതിപ്പും മടങ്ങി വരാൻ സമയമായി. പക്ഷേ ഇവ മാത്രം എപ്പം വരുമെന്ന് എനിക്കറിയില്ല. ഇതാണ് എനിക്ക് പകരം ചോദിക്കാനുള്ള മുഹൂർത്തം. മാഡം എൻ്റെ കൂടെ നിൽക്കണം. പോലീസ് ഓഫീസറായിട്ടല്ല, ഒരു സഹോദരിയായിട്ട്. വാസുകി, കുറ്റം ചെയ്തവരെ ശിക്ഷിക്കേണ്ടത് കോടതിയല്ലേ, നമ്മളല്ലല്ലോ. കേസും വിസ്താരവും വിധിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നടത്തിക്കോളാം. വാസുകി, ഞാൻ പറയുന്നത്
ഒറ്റ കാര്യമേ ആവശ്യപ്പെടുന്നുള്ളൂ. ഞാനടക്കം അവന്മാർ നശിപ്പിച്ച 6 വീട്ടമ്മമാർക്കും വേണ്ടി കോടതിയെയും നിയമത്തെയും മറക്കണം. ഇനി ഈ സിറ്റിയിൽ 7ാമതൊരു വീട്ടമ്മയെ അവമാനിക്കുന്നതിന് മുമ്പ് എനിക്ക് അവരോട് കണക്ക് വീട്ടണം. ഈ ലോകത്തെ ഏതൊരാളുടെ കാര്യത്തിലും അയാൾ തന്നെയാണ് അയാളുടെ സുപ്രീം ജസ്റ്റിസ്. വാസുകിയുടെ തീരുമാനം എന്തായാലും ഞാനുണ്ട് തന്റെ കൂടെ. താനിനി ഒറ്റയ്ക്കല്ല. റിവെഞ്ച് ഇസ് റിഫ്ലെക്സ്. ഒരിക്കലും ലൂയിസും മോളും ഒന്നും അറിയരുത്. മാഡം എനിക്ക് വാക്ക് തരണം. വാസുകിക്ക് എന്നെ വിശ്വസിക്കാം. പിന്നെ അവന്മാരെ എന്ത് ചെയ്യണം? മൂന്നിനെ അവസാനിപ്പിക്കണം. അത് മാത്രമാണ് എൻ്റെ ആവശ്യം. ഇവിടെ എന്തെടുക്കുക? വെറുതെ എല്ലാം നടുവേന പറയാത്തത്. ഇതിന്റെ മുമ്പ് ഇങ്ങനെ കുത്തിരുന്നിട്ടാ. അത് ഞാൻ നളദമയന്തിയുടെ റെഫറൻസ് എടുക്കായിരുന്നു. ദമയന്തിയുടെ റെഫറൻസ് എടുത്തോ? ഈ പാവപ്പെട്ട നളന് കരി ബാധിച്ചിട്ട് കുറച്ച് ദിവസമായി. അതുകൂടെ ഓർമ്മ വേണം. ദേ ഇരിക്കുന്നു കരി ബാധിച്ച നളൻ. ഓക്കെ ഗുഡ് നൈറ്റ്. ഞാനിങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് അവസാനം ഒരു ഒറ്റയാനായി പോകും കേട്ടോ. ഹലോ മാഡം, ഞാൻ നാളെ വിളിക്കാം. ഓക്കെ വാസുകി.